ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു ഈ പറഞ്ഞ ബെന്നി ബെഹനാൻ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ മത്സരിക്കുകയും 2 പ്രാവശ്യം MP ആവുകയൊക്കെ ചെയ്തു. അത് മറ്റൊരു ചരിത്രം. എങ്കിലും 2016 ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കേരളത്തിൽ ഇല്ലാത്തൊരവസ്ഥ വന്നത്. ഇതിനകത്ത് പാർട്ടിക്കകത്ത് നിന്ന് എത്രത്തോളം പിന്തുണ ലഭിക്കും എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന പല പുതുമുഖ MLA മാരും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ദോഷം ചെയ്യത്തക്ക രീതിയിൽ VD സതീശനെ ഡാമേജ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരാൻ വേണ്ടിയിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. അതായത് എക്സൈസ് ഇതിന് ഇവിടെ ഒരു ടെസ്റ്റിംഗ് ലാബ് ഇല്ല എന്നുള്ള കാര്യം ആദ്യമായിട്ട് പരസ്യമായിട്ട് പറയുകയും അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മന്ത്രിയാണ് M. ലിജു എന്ന് പറയുന്നത്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഇപ്പോൾ പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും താമസിക്കുന്ന വീടുകളിലല്ല, അവരെല്ലാം താമസിക്കുന്ന ഹോട്ടലുകളിലാണ്. ഡീലാണ്, ഡീൽ ഓർ നോ ഡീൽ, ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കൊണ്ട് എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. നമസ്കാരം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച വിഷയത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തേക്കാൾ അധികം പ്രതിഷേധം രേഖപ്പെടുത്തിയത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഒരാളായിരുന്നു മുതിർന്ന നേതാവ് VM സുധീരൻ. നമുക്കറിയാം, എല്ലാ കാലത്തും അദ്ദേഹം മദ്യത്തിനെതിരെ തന്നെയാണ് മുൻകാലങ്ങളിലും. പക്ഷെ ഇപ്രാവശ്യവും തൻ്റെ നിലപാടിൽ ഒരു മാറ്റമില്ല എന്നുള്ള 10 വർഷത്തിന് ശേഷം അധികാരം എത്തിയിട്ടും തൻ്റെ നിലപാടിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല എന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇങ്ങനൊരു ഇത്രയും വലിയൊരു കാര്യം ബജറ്റിൽ സംസാരിക്കുന്നതിന് മുന്നേ അത് മുന്നണിയിൽ ചർച്ച ചെയ്യാത്തത് തെറ്റ് തന്നെയാണ് എന്ന് ഇപ്പോഴും ഇത്രയും ഉറക്കെ പറയുന്ന മറ്റൊരു നേതാവ്, എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ അദ്ദേഹമായിരിക്കും ഇപ്പോൾ VD സതീശനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം VM സുധീരൻ്റെ ഈ വിമർശനം കാരണം ഇവർ നന്നാവോ, അതോ ഇനി സുധീരനെ ഒതുക്കാനാണോ ശ്രമം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനകത്തെ ഒരു ഒറ്റയാനാണ് VM സുധീരൻ എന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള പിന്തുണയോ കാര്യങ്ങളോ ഒന്നും ഈ VM സുധീരനില്ല. എന്നാൽ VM സുധീരൻ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം ഇദ്ദേഹം മദ്യത്തിനെതിരെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഒരു ബാർ മുതലാളിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. എനിവേ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ VM സുധീരൻ്റെ ചരിത്രം മൊത്തത്തിലൊന്നെടുത്ത് പരിശോധിക്കുക. ഇദ്ദേഹം എങ്ങനെയാണ് ഭരണപക്ഷത്തെ പ്രതിപക്ഷമാകുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ K. കരുണാകരൻ മന്ത്രിസഭ, ആ മന്ത്രിസഭയിൽ ഇദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്ന് AK ആന്റണി ആവശ്യപ്പെടുന്നു. പക്ഷേ ഇദ്ദേഹത്തെ മന്ത്രിയാക്കുന്നില്ല. എനിക്ക് 91 ആണോ എന്നൊരു സംശയമുണ്ട്, നോക്കേണ്ടി വരും. ആ മന്ത്രിസഭയിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ ഉൾപ്പെടുത്താതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പേരിൽ ഭയങ്കര വലിയ ഗ്രൂപ്പ് രാഷ്ട്രീയം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് 2016 ഇദ്ദേഹം KPCC പ്രസിഡൻ്റാണ്. ഒരു പക്ഷേ 2016 ഇദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ അത് ഒഴിവാക്കപ്പെട്ടിരുന്നു എങ്കിൽ ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം കേരളത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. അന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് K. ബാബുവിനെയും ബെന്നി ബെഹനാനെയും സ്ഥാനാർത്ഥിയാക്കാൻ സാധിക്കില്ല എന്ന ഒരു കർശന നിലപാട് സ്വീകരിച്ചയാളാണ് VM സുധീരൻ. അതിനുശേഷം ഈ ബെന്നി ബെഹനാനെ, അന്ന് അദ്ദേഹം തൃക്കാക്കര MLA ആണ്, ബെന്നി ബെഹനാന് സീറ്റുകൾ നിഷേധിക്കുകയും എന്നാൽ K. ബാബുവിൻ്റെ പരാജയത്തിന് കാരണമാവുകയും ചെയ്ത ഒരു തീരുമാനമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയായിരുന്നു VM സുധീരൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതായത് ബെന്നി ബെഹനാനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു. ആ സ്പേസിലാണ് PT തോമസ് തൃക്കാക്കരയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. K. ബാബുവിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എങ്കിൽ തന്നെയും ഉമ്മൻചാണ്ടിയുടെ കൃത്യമായ ആ ഇടപെടൽ കൊണ്ടാണ് അന്ന് K. ബാബുവിന് തൃപ്പൂണിത്തുറയിൽ സീറ്റ് ലഭിക്കുന്നത്. ദൗർഭാഗ്യവശാൽ എന്ന് തന്നെ പറയേണ്ടി വരും, K. ബാബു അവിടെ പരാജയപ്പെട്ടു. അതായത് 10-25 വർഷത്തെ തൃപ്പൂണിത്തുറയുടെ MLA ആയിരുന്ന K. ബാബു ആദ്യമായിട്ട് അവിടെ M. സ്വരാജിനോട് പരാജയപ്പെടുന്നു. ഈ ഒരു പരാജയത്തിൻ്റെ ഏക കാരണം എന്ന് പറയുന്നത് VM സുധീരൻ്റെ പ്രസ്താവനയാണ്. ബെന്നി ബെഹനാനെതിരെയൊക്കെ വളരെ നിശിതമായ വിമർശനമാണ് അന്ന് VM സുധീരൻ നടത്തിയത്. ബെന്നി ബെഹനാൻ അത്ര വലിയൊരു പാപിയൊന്നും അല്ലായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരു ഗവൺമെൻറ് ആണെങ്കിലും സർക്കാരാണെങ്കിലും ഇതിനൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, പാർട്ടി ആണെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പണം ഒരു ആവശ്യ ഘടകമല്ലേ. അതല്ലാണ്ട് സർക്കാരിനെ ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ആളുകൾ മുഖ്യമന്ത്രി തൻ്റെ റൈറ്റ് ലെഫ്റ്റും ഒക്കെ വെക്കും. അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു ഈ പറഞ്ഞ ബെന്നി ബെഹനാൻ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ മത്സരിക്കുകയും 2 പ്രാവശ്യം MP ആവുകയൊക്കെ ചെയ്തു. അത് മറ്റൊരു ചരിത്രം. എങ്കിലും 2016 ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളാണ്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കേരളത്തിൽ ഇല്ലാത്തൊരവസ്ഥ വന്നത്. അതുകൂടാതെ തന്നെ VM സുധീരനെതിരെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം ബാംഗ്ലൂരിൽ കൊടുത്തിരിക്കുന്ന ഒരു കേസുണ്ട്. ആ കേസ് ബാംഗ്ലൂരിൽ കൊടുത്തതിന് ശേഷം പിന്നെ ഒരു അഡ്വക്കേറ്റിനെ വെക്കുകയോ അതിൻ്റേതായിട്ടുള്ളൊരു ഫോളോ അപ്പ് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീടുണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന കാരണങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, VM സുധീരൻ നടത്തിയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിപ്പോൾ മാധ്യമങ്ങൾ വിമർശിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം, ഇത് പാർട്ടിക്കകത്തുനിന്ന് തന്നെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, അതായത് VM സുധീരൻ്റെ നിർലോഭമായ അല്ലെങ്കിൽ യാതൊരു ഉപാധിയും കൂടാത്ത പിന്തുണയായിരുന്നു VD സതീശനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വഴിവെട്ടിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വെറും 37 ദിവസം മാത്രം കഴിഞ്ഞിട്ടുള്ള ഒരു സർക്കാരിനെതിരെ മാധ്യമങ്ങൾക്ക് ആരോപണം പറയാം, പ്രതിപക്ഷ പാർട്ടികൾക്ക് ആരോപണം പറയാം. പക്ഷെ സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് ഇതുപോലൊരു എതിരഭിപ്രായം ഉയർന്നു വരാൻ കാരണം എന്താണ്? അതിന് കാരണം മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ്. മുഖ്യമന്ത്രി VD സതീശൻ ഇത് പാർട്ടി ഫോറങ്ങളിലോ UDFിലോ ആലോചിച്ചിട്ടാണ് ഇതുപോലെ ഒരു തീരുമാനമെടുക്കുന്നത്. അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനം UDFിൽ ചർച്ച ചെയ്തിട്ടാണ് പ്രഖ്യാപിച്ച് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ VM സുധീരൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് പ്രസക്തി ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിലെ ബിഷപ്പുമാർ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, സമസ്തയുടെ നേതാക്കന്മാർ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ, ഇവരെല്ലാവരും ശക്തമായിട്ട് ഈ ഒരു നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പൊതുസമൂഹത്തിൽ മദ്യത്തിൻ്റെ ഉപഭോഗം വർദ്ധിക്കും എന്നുള്ള രീതിയിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ എടുത്തുചാട്ടം, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചീഞ്ഞു നാർന്നു. നമ്മളൊരിക്കലും പറയുന്നില്ല. പ്രതിപക്ഷ നേതാവ് നിയമസഭയ്ക്കകത്ത് ആരോപിച്ചതുപോലെ ഇദ്ദേഹത്തിൻ്റെ മംഗലാപുരം യാത്രയ്ക്ക് അല്ലെങ്കിൽ ഇത് കർണാടക ലോബിയുടെ ഒരു ഗെയിമാണ് എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ അത്ര വലിയ ഇതായിട്ട് കാണുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയേണ്ടത് ആരാണ്? VD സതീശനാണ്. കാരണം ഇദ്ദേഹം ഇന്നലെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. ഞാനത് UDFിന് വിടുന്നു. UDF പറയുകയാണ് ഇത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട. KPCC പറയുകയാണ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട. ഇത് ആദ്യം പരിശോധിക്കപ്പെടേണ്ട, ഇത് നയപരമായിട്ടുള്ള തീരുമാനമല്ലേ? ഈ നയപരമായിട്ടുള്ള തീരുമാനത്തിൽ ആദ്യം പാർട്ടി ആലോചിക്കണ്ടേ? അതിനുശേഷം മുന്നണിയുമായിട്ട് ആലോചിക്കണ്ടേ? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നേ വരെ UDFിൻ്റെ മീറ്റിംഗ് കൂടിയിട്ടുണ്ടോ? UDF യോഗം കൂടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിക്കും. VM സുധീരൻ എന്തുകൊണ്ട് നിശിതമായ വിമർശനവുമായി രംഗത്ത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവുമായിട്ട് ആലോചിക്കാതെ, അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, മുൻ KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ KPCC എക്സിക്യൂട്ടീവിലെ സ്ഥിരം ക്ഷണിതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പോലും അറിയാതെ ഇയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അല്ല, പൊതുവെ മൊത്തത്തിൽ കോൺഗ്രസിന്റെ ഒരു ശബ്ദമായിട്ട് അദ്ദേഹം ഇപ്പൊ സംസാരിക്കുന്നതാവല്ലോ. വേറെ ആർക്കും അതിനുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VM സുധീരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്താ വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ളൊരു വ്യവസ്ഥയാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിനകത്ത് പാർട്ടിക്കകത്ത് നിന്ന് എത്രത്തോളം പിന്തുണ ലഭിക്കും എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന പല പുതുമുഖ MLA മാരും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ദോഷം ചെയ്യത്തക്ക രീതിയിൽ VD സതീശനെ ഡാമേജ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരാൻ വേണ്ടിയിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ MLA മാരുടെ എത്ര പേരുടെ പിന്തുണ VD സതീശന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു പിന്തുണ തനിക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് തന്നെ പിന്തുണയ്ക്കാത്ത പലരും മന്ത്രിമാരായിട്ട് വന്ന സമയത്ത് അവരുടെ സ്റ്റാഫിനെ പോലും തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സമീപനം പോയിട്ടുള്ളത്. അതൊക്കെ അദ്ദേഹം തിരുത്തേണ്ടത് തന്നെയാണ്. അപ്പോൾ MLA മാർ അധികം വലിയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ലിജുവിൻ്റെ അസ്വസ്ഥത അത് പരിഹരിക്കേണ്ടതുണ്ട്. കാരണം സ്വന്തം വകുപ്പിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നയപ്രഖ്യാപനം നടക്കുന്ന സമയത്ത് അത് അദ്ദേഹം പോലും അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ എന്താണ്? ചെറിയൊരു ആത്മാഭിമാന പ്രശ്നം കൂടി. ഒരു ആത്മാഭിമാനമല്ലേ? പിന്നെ എന്തിനാണ് അങ്ങനെ ലിജുവിനെ പോലുള്ള ഒരാളുടെ മന്ത്രിയായിട്ടിരിക്കുന്നത്? ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വകുപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു മന്ത്രി തന്നെയാണ് ലിജു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ 37 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് എക്സൈസ് ഇതിന് ഇവിടെ ഒരു ടെസ്റ്റിംഗ് ലാബ് ഇല്ല എന്നുള്ള കാര്യം ആദ്യമായിട്ട് പരസ്യമായിട്ട് പറയുകയും അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മന്ത്രിയാണ് ലിജു എന്ന് പറയുന്നത്. അപ്പോൾ ലിജുവിനെ പോലെയുള്ള നല്ല കരുത്തനായിട്ടുള്ള ഒരു എക്സൈസ് മന്ത്രിയോട് പോലും ആലോചിക്കാതെ ചില തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും?
പാർട്ടിക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? മുന്നണിക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുമോ? സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, പാർട്ടിയിൽ നിന്ന് ഇദ്ദേഹത്തിന് എത്രത്തോളം പിന്തുണ കൊണ്ടെന്ന് അറിയത്തില്ല, എത്ര പേര് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്നറിയത്തില്ല. ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്തുണച്ചേക്കാം. അങ്ങനെ ഏതാനും ചില ആളുകൾ ഒഴിച്ച് വേറെ ആരെങ്കിലും ഈ പറഞ്ഞ VM സുധീരനെ പിന്തുണയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്നെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്. കാരണം ഇത് കോൺഗ്രസ് നേതാക്കന്മാരും വകുപ്പ് മന്ത്രിമാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞു തരാം. തിരുവനന്തപുരത്തെ ഏത് 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബി ചെന്ന് കഴിഞ്ഞാലും വെള്ളക്കതറും ഇട്ട ആളുകളാണ്. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇന്ത്യൻ കോഫി ഹൗസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം വെള്ളക്കതറാണ്. അവിടെ ഇരുന്ന് സംസാരിക്കുന്ന വിഷയം എന്താണ്? ഞാൻ പോലും കിടുങ്ങിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഇരുന്ന് ആളുകൾ സംസാരിക്കുന്നതെല്ലാം കോടികളുടെ ഡീലുകളാണ്, ട്രാൻസ്ഫറുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഓരോ അപ്പോയിൻമെൻറ്റുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആരെങ്കിലും ഒരാളൊരു സ്പൈക്ക് ക്യാമുമായിട്ട് പോയിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. വെറുതെ അവിടെ പോയി നിന്നാൽ മതി. 5 സ്റ്റാർ ഹോട്ടലുകളുടെ റിസപ്ഷൻ ഏരിയയിലും അതോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ കോഫി ഹൗസ്, മറ്റ് പല കഫേ ഏരിയകളിലൊക്കെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്യമായിട്ടാണ് കച്ചവടം പറയുന്നത്, പരസ്യമായിട്ട്. ഇന്ന ട്രാൻസ്ഫർ 5 ലക്ഷം 10 ലക്ഷം. ഇത് കോൺഗ്രസിന്റെ മന്ത്രിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലേ, പലതും മന്ത്രിമാരും MLA മാരും ഒന്നും അറിയാത്ത വിഷയങ്ങളായിരിക്കാം. ഒരാളും അറിയുന്നില്ല. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഇപ്പോൾ പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും താമസിക്കുന്ന വീടുകളിലല്ല, അവരെല്ലാം താമസിക്കുന്ന ഹോട്ടലുകളിലാണ്. ഡീലാണ്, ഡീൽ ഓർ നോ ഡീൽ. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കൊണ്ട് എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ ആർത്തി ഉണ്ടല്ലോ, ഭയങ്കരമായ പ്രതിസന്ധിയിലേക്ക് പോകും. പാർട്ടി മാത്രമല്ല, ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ എത്രത്തോളം ശക്തമാണ് എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കൂ സർക്കാർ. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലുകൾക്കുള്ളിലൂടെ സർക്കാരിനെ തന്നെ അട്ടിമറിക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു. ഈ അവസരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ, മന്ത്രിമാരുടെ പേരിൽ, MLA മാരുടെ പേരിലൊക്കെ വലിയ ഡീലുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും PV അൻവറൊക്കെ ഇന്ത്യ തന്നെ വിട്ട് പുറത്തേക്ക് പോയി എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നിട്ട് ഇനി ഒരു ഗുണമില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ്. കാരണം എല്ലാവരും ഡീലുമായിട്ട് ഇറങ്ങിയേക്കാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മന്ത്രിമാർ, MLA മാർ ഇവരൊക്കെയാണ് ഡീല് സംസാരിക്കാൻ വേണ്ടി പോയത്, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ ബിനാമികളൊക്കെയാണ്. ഇതിപ്പം ഈ വാർഡ് പ്രസിഡന്റ് തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് സംസാരിച്ചത് ഒരു മെച്ചവും ഇല്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിച്ചിട്ട് വാർഡ് പ്രസിഡന്റ് തുടങ്ങി ഈ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള, സംസ്ഥാന പോഷക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ആളുകൾ വരെ വെള്ളയും ഇട്ട് ഡീല് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. VM സുധീരനെ പോലെയുള്ള ആളുകളുടെ ന്യൂനതകൾ ഒക്കെ അവിടെ നിന്നുകൊള്ളട്ടെ, പക്ഷെ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ കോൺഗ്രസിനകത്ത് ഒരു വിമർശന സ്വരമായിട്ട് ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ ഒരു പക്ഷേ കേരളത്തെ മൊത്തത്തിൽ ഡീൽ ആക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വലിയ വിവാദങ്ങളിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.